സെന്റ് മേരീസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആണോ? അതെ മാഡം, വരും. ഞങ്ങള് BSc നഴ്സിംഗിന്റെ ഒരു അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണേ. മോളിലൊക്കെ BSc നഴ്സിംഗിന് അഡ്മിഷൻ വേണം. ഓക്കെ, മോള് ഏത് സ്കൂളിലാണ്? പത്തനംതിട്ട. ഓക്കെ മോള്. അപ്പം നമുക്ക് എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു, അതായത് KCET. അതെ, അതെന്താ? നമുക്കിപ്പം നഴ്സിങ്ങിന് നോക്കുന്ന കുട്ടികൾക്കാണ് നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം വേണം, അതോടൊപ്പം KCET നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. നമ്മുടെ മറ്റേ നഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്ന കൊച്ചൊന്നും എൻട്രൻസ് എഴുതിയില്ലല്ലോ. ഇല്ലല്ലോ. ഓക്കെ, അത് അറിയാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ നമുക്ക് മുൻ വർഷങ്ങളിൽ ഇത് നിർബന്ധമല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ BSc നഴ്സിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ എൻട്രൻസിനെ പറ്റിയുള്ള ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം മാഡം അവൈലബിൾ ആണോ എന്നുള്ളത് ഞാനൊന്ന് നോക്കാം. എനിക്ക് താല്പര്യം ഇവളെ BSc നഴ്സിംഗ് പഠിപ്പിക്കാനാ മാഡം. പക്ഷെ എന്ത് ചെയ്താലും ഇവക്ക് താല്പര്യമില്ല. ഇവളെ എങ്ങനെയും ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? അതാണ്. അപ്പം ആ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മോൾക്ക് ഇതിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണ മനസ്സിലാകും. അതിനിയും വേറെ വരണോ ഞങ്ങള്? ഇല്ല, ഇന്ന് തന്നെ നമുക്ക് ഞാൻ നോക്കട്ടെ. മാം ഫ്രീ മാഡം ഇന്ന് അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ. ഓക്കെ. ഇരുന്നോട്ടെ. ഇരിക്കും മോളെ. പേരെന്താ? ഓക്കെ മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ഇവളെ BSc നഴ്സിംഗ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പം ജോലി കൂടുതൽ കിട്ടുന്ന കോഴ്സ് ആയതുകൊണ്ട്, പക്ഷെ അവക്ക് അതിനോടൊരു താല്പര്യമില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും, ഒരു കൗൺസിലിംഗ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിരുന്നു, അങ്ങനെ വന്നതാണ്. ഓക്കെ. എന്ത് പറ്റി ഷാരിയ? അമ്മ പറയുന്ന പോലെ എന്താ നഴ്സിംഗിന് താല്പര്യമില്ലേ? വെറൈറ്റി കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ടോ? വെറൈറ്റി കോഴ്സിലെടുത്ത് പലരും ജോലി സാധ്യത ഇല്ലാതെ പഠിച്ച് മുന്നോട്ട് ജോലി ഇല്ലാതെ എത്രയോ കുട്ടികൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ നിന്നു പോകുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ മതി, ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളവരും പഠിച്ച് ജോലി കിട്ടി മുന്നോട്ട് പോകുന്ന വർഷങ്ങളിലും കുട്ടികൾ പഠിച്ച് ജോലിക്ക് പോയി UK, കാനഡ, മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലയളവിലുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ്. ഇപ്പം BSc പഠിച്ചവർക്കായാലും നഴ്സിംഗ് GNM പഠിച്ചവർക്കായാലും ഏറ്റവും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ സാലറി ഉള്ള കോഴ്സ് GNM-ഉം BSc നഴ്സിംഗും. അപ്പം എന്തുകൊണ്ട് അത് നമുക്ക് പഠിച്ചുകൂടാ? എല്ലാവരും എടുക്കുന്ന കോഴ്സാണെന്ന് പറഞ്ഞ് നമുക്കത് എടുത്തുകൂടാന്നില്ലല്ലോ. അപ്പൊ വീട്ടിലെ ബുദ്ധിമുട്ടുകളും അമ്മയുടെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ എന്തുകൊണ്ടും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സല്ലേ. സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി താഴത്തെ അവസ്ഥയിലാണ് മാഡം ഞങ്ങള്. അപ്പൊ ഇവളെ എങ്ങനെയും ഒന്ന് പഠിപ്പിച്ച് ഒരു കര കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കഷ്ടപ്പാട് അങ്ങ് മാറുമല്ലോ. പക്ഷെ ഇവളത് മനസ്സിലാക്കുന്നില്ല. മോനെ, മാഡം പറഞ്ഞ പോലെ അത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കണ്ട് നമുക്കത് ചെയ്യാം. നമ്മുടെ സ്ഥാപനത്തിൽ 99% വരുന്നത് പിന്നോക്കമായിട്ട് സാമ്പത്തികമായി നിൽക്കുന്ന കുട്ടികളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നല്ല കോഴ്സുകൾ പറഞ്ഞു കൊടുത്ത് ജോലി സാധ്യതയുള്ളൊരു കോഴ്സിലേക്ക് അവരെ നയിക്കാൻ പറ്റുക, അതിന് വേണ്ട സഹകരിക്കുക, സാമ്പത്തികമായിട്ടും അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മുൻ വർഷങ്ങളിലെ കുട്ടികളൊക്കെ ഉണ്ടോ മേഡം ഇവക്കൊരു കൂട്ടായിട്ട്? നമുക്ക് എങ്ങനെയായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മുന്നോട്ടുള്ള പഠിക്കാൻ വേണ്ടി പോകാനും മുൻകാലങ്ങളിൽ പഠിച്ച കുട്ടികളായാലും ഉണ്ട്. നമുക്ക് മലയാളി കുട്ടികളായാലും നമ്മുടെ ചുറ്റുപാടിനുള്ള കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പോകാനും വരാനും ഒക്കെ ആയാലും അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് തിരക്കാനായാലും നമുക്ക് അസിസ്റ്റൻസിന് ഓഫീസർ ഉണ്ട്. എനിക്ക് അതൊരു കഷ്ടപ്പാടാണ് മേഡം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഇവിടുന്ന് അങ്ങ് വരെ പോകാനുള്ളൊരു പാടുണ്ട്. അത് ഇവിടുന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുമെങ്കിൽ എനിക്ക് ഇവിടുന്ന് തന്നെ വിടാം. ഇവിടുന്ന് എടുക്കുന്ന ഓരോ അഡ്മിഷനും കുട്ടികൾക്കും പേരൻസിനും 100% ഉത്തരവാദിത്വം. കുട്ടികളുടെ പഠനം കഴിയുന്ന ആ 4 വർഷം 3 വർഷ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്വം 100% ഉണ്ടായിരിക്കും. അപ്പം മോള് എന്തായാലും ഇന്ന് തന്നെ തീരുമാനിക്കുക, ഞാനൊരു BSc നഴ്സിങ്ങിനോ GNM നഴ്സിങ്ങിനോ പോകാനാണ് എന്ന് തന്നെ, കേട്ടോ. എന്തായാലും തീരുമാനിച്ചു. സാരമില്ല, എന്തായാലും നല്ല നിലയിൽ എത്തുന്നതാണ് അമ്മയുടെ സന്തോഷം എപ്പോഴും. അതെ, എന്തായാലും അമ്മയെ വിട്ടുപോയില്ല അമ്മയ്ക്ക് സന്തോഷമാകത്തുള്ളൂ. കാര്യം നിങ്ങൾ പഠിച്ച നല്ലൊരു നിലയായി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അമ്മ അതിനാണ് ഇത്രയും ദൂരം ഇവിടെ വന്ന് ഈ ഒരു കരിയർ ഗൈഡിങ്ങിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോലും വന്നത്. അപ്പൊ ഹാപ്പി ആയിട്ട് പോയിട്ട് വരിക, കേട്ടോ.
തീരുമാനം പറഞ്ഞോ മേഡത്തോട്? അങ്ങനെയാണെങ്കിൽ മേഡം ഞങ്ങൾക്ക് കോളേജുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു തരണേ. സ്ട്രക്ചറൊക്കെ മേഡത്തിന്റെ വാട്സ്ആപ്പ് നമ്പറോ കാർഡോ എന്തെങ്കിലും? വാട്സ്ആപ്പ് നമ്പറും കാർഡും ഡീറ്റെയിൽസും എല്ലാം ഫ്രണ്ട് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം തരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച തന്നെ വന്ന് ക്രമീകരണം ചെയ്താൽ മതി. ഓക്കെ മേഡം, മേഡത്തോട് താങ്ക്സ് പറഞ്ഞു. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. ഓക്കെ, താങ്ക് യു. ഇതാണ് അഡ്മിഷൻ ഹെഡ്. ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്തോ? ഫില്ല് ചെയ്തു. മേഡത്തിന്റെ നമ്പരും കോളേജുകളുടെ ഡീറ്റെയിൽസും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അഡ്മിഷൻ ബില്ലിംഗ് അല്ലേ? ഇപ്പൊ പേയ്മെന്റ് അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ക്യാഷ് ആയിട്ടാണോ അതോ ജിപേ ചെയ്യുവാണോ? മോളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ? നമ്മുടെ ഗൂഗിൾ പേ ചെയ്യാൻ ഉണ്ടോ? എന്നാ ഗൂഗിൾ പേ. അപ്പൊ സ്കാൻ ചെയ്തോ? ഉണ്ട്, സ്കാനർ ആണ് ഇത്. സ്കാൻ ചെയ്തു. ഇപ്പൊ എത്ര രൂപയായിരുന്നു പേയ്മെന്റ്? 10 തൽക്കാലം അടച്ചാൽ മതിയോ? മതി മതി. ഓക്കെ, അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഇപ്പൊ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ മോളെ എന്തുവായിരുന്നു ആ മോടെ പേര്? നമ്മളെ വിളിച്ച ആ കുട്ടിയുടെ പേരെന്തുവായിരുന്നു? നീതു. മോളെ അതിനെ ഒന്ന് കാണണേ. കാരണം അത് വിളിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഓഫീസിനെ കുറിച്ചും കാര്യങ്ങളും ഒന്നും. വരുന്നതിന് മുമ്പ് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നെല്ലാം ഇത്രയും നല്ലൊരു സഹകരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ മനസ്സിന് സമാധാനമായി. എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ, ഒരു ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ മോളെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, വിളിക്കാം. നീതു അല്ലേ? നീതുവിനെ വിളിക്കാവോ? ഇതാ നീതു. അതല്ലേ? കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? അറ്റൻഡ് ചെയ്തു. പറ. ആദ്യം സമ്മതം ഇല്ലായിരുന്നു. പക്ഷേ മേഡം നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ, അതിൻ്റെ സാധ്യതയൊക്കെ പറഞ്ഞു തന്നപ്പം മോക്കും സന്തോഷമായി. ഞങ്ങൾ കോളേജ് തിരഞ്ഞെടുത്തു. ബാംഗ്ലൂരുള്ളൊരു നല്ലൊരു കോളേജ് മേഡം പറഞ്ഞു തന്നു. ഫീസും അടച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും മോള് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുമല്ലോ. ഒരുപാട് താങ്ക്സ്. നമുക്ക് അച്ഛനെ ഒന്ന് വിളിക്കാം മോളെ. ജോലിയിലായിരിക്കും. ഹലോ, ചേട്ടാ, ഞാനേ മോളെയും കൊണ്ട് അവിടെ പോയായിരുന്നേ. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ. വളരെ നല്ല, എന്ന് വെച്ചാൽ എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു സ്ഥാപനം. അവളെ അവർ BS നഴ്സിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് അഡ്മിഷനും എടുത്തു തന്നു. പൈസ അടച്ചു. മറ്റേ നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് എടുത്ത പൈസ ഇല്ലായിരുന്നു, അത് തൽക്കാലത്തേക്ക് അങ്ങ് അടച്ചു. ഇനിയിപ്പം ചേട്ടൻ അടുത്ത മാസം പൈസ അയക്കുന്ന സമയത്ത് നമുക്കതങ്ങ് കൊടുക്കാം. ഉള്ളു, ബാംഗ്ലൂർ തന്നെയാ. അവരുടെ മുൻ വർഷങ്ങളിലെ കുട്ടികളെല്ലാം പഠിക്കുന്ന കോളേജാ. ചെന്നിട്ട് വിളിക്കാം. സന്തോഷമായി. വിശ്വാസത്തോടു കൂടി നമുക്ക് സെന്റ് മേരീസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിക്കോ, എല്ലാം കിടപ്പുണ്ട്. ഓക്കെ എന്നാ. SMET Edu Private Limited, the admission expert.